നമസ്കാരം. അഖിൽ മാരാർക്കെതിരെ രാജ്യദ്രോഹ പരാമർശം നടത്തിയതിന്റെ പേരിൽ കൊട്ടാരക്കര പോലീസ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം. BJP-യുടെ കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റാണ് ഇങ്ങനെ ഒരു പരാതി കൊടുത്തിരിക്കുന്നത്. അഖിൽ മാരാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ടിരുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പരാതി കൊടുക്കുക മാത്രമല്ല അടി കൊടുക്കാൻ വരെയും തോന്നും അങ്ങേർക്കെതിരെ. കാരണം അത്രക്ക് നീചമായിട്ടുള്ള രീതിയിലാണ് ആൾ നടത്തിയിട്ടുള്ള പരാമർശം. ഈ പരാമർശം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ട്രംപ് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടനിലക്കാരനായി നിന്ന് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യ ഈ ഒരു വെടിനിർത്തലിന് തയ്യാറായി എന്നുള്ളതാണ്. ആ ഒരു അഭിപ്രായം പറയുന്നതിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരാൾക്കൊരു പ്രശ്നമില്ല. അത് രാഷ്ട്രീയ അഭിപ്രായമായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഇങ്ങനെ ഒരിക്കലും ട്രംപിന്റെ ഒരു ഇടനില എന്നുള്ള സംഭവം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയാം. അതൊരു പ്രശ്നമൊന്നുമില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് ഇന്നലെ കൂടി വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അംഗമടക്കം ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ട്രംപിന്റെയോ ഒരു രാജ്യത്തിന്റെയോ ഒരു ഇടനിലയും ഈ ഒരു വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായിട്ട് നമ്മുടെ രാജ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷെ അഖിൽ മാരാർക്ക് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിൽ ഒന്നും ഒരു തരത്തിലും വിശ്വാസമില്ല. ചോറ് കഴിക്കുന്ന ആർക്കും ഇത് മനസ്സിലാകും എന്നുള്ള രീതിയിലേക്കാണ് പുള്ളിക്കാരൻ പരാമർശിക്കുന്നത്. ആയിക്കോട്ടെ, പക്ഷെ ഈ പരാമർശത്തിന്റെ ഇടയിൽ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ചില പരാമർശങ്ങൾ നടത്തി. അത് പ്രധാനമായിട്ട് നമ്മൾ ആലോചിക്കുക. പാകിസ്ഥാനിൽ തന്നെയുള്ള അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമായിട്ട് ഞങ്ങൾക്കൊരു രാജ്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ബലൂചിസ്ഥാനിലെ ജനങ്ങൾ അല്ലെങ്കിൽ BLA എന്ന് പറയുന്ന ബലൂച്ച് ലിബറേഷൻ ആർമി, ഈ സംഘടനയ്ക്ക് ഇന്ത്യ പണവും ആയുധവും നൽകി പാകിസ്ഥാനിൽ സംഘർഷം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന അഖിൽ മാരാറിന്റെ കണ്ടുപിടുത്തം. അത് അങ്ങനെ ഒരു കണ്ടുപിടുത്തം ഈ പറയുന്ന ബലൂചിസ്ഥാൻ ആർമിയോ അല്ലെങ്കിൽ ബലൂചിസ്ഥാനിലെ ജനങ്ങളോ പറയുന്നില്ല. ഇന്ത്യ ഗവൺമെന്റോ ഇന്നേ വരെ അത് പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുക, അഖിൽ മാരാർക്ക് ഏതോ ഒരു സൈനികൻ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെയാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ഉള്ളിൽ ഇതുപോലെ ഒരു വിഷയമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംസാരമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അത് എന്താവട്ടെ, അതിൽ അദ്ദേഹം പിന്നത്തെ ഒരു വീഡിയോയിൽ വന്നിട്ട് അതിൽ ഒരു കാര്യം പറയുന്നത്, എന്റെ കയ്യിൽ അത് ചോദിച്ചു കഴിഞ്ഞാൽ തെളിവില്ല, അതെന്റെ ഭാഗത്ത് പറ്റിയ ഒരു അപാകതയാണ് എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു വിഷയം പറയുന്നതോടൊപ്പം തന്നെ ഈ പറയുന്ന അഖിൽ മാരാർ ആ കേസിന് ആസ്പദമായ വീഡിയോയിൽ മറ്റൊരു കാര്യം പറയുന്നത്, ഇന്ത്യ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശത്തെ ജനങ്ങളെ വഞ്ചിച്ചു എന്ന്. എന്തൊരു വഞ്ചിച്ചു എന്ന്! ഇന്ത്യ ബലൂചിസ്ഥാനികളെ വഞ്ചിച്ചു എന്നാണ് ഈ പറയുന്ന അഖിൽ മാരാർ പറയുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് ഏതൊരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചും നമ്മുടെ രാജ്യം മറ്റൊരു പ്രദേശത്തുള്ള അല്ലെങ്കിൽ ഒരു രാജ്യത്ത് സ്വതന്ത്രമായിട്ട് ഞങ്ങൾക്കൊരു രാജ്യം വേണമെന്ന് പറഞ്ഞ് പോരാട്ടം നടത്തുന്ന ജനങ്ങളെ നമ്മുടെ രാജ്യം പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചൊരു വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്, അല്ലെ? ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് ഇതൊരു നമ്മുടെ രാജ്യവിരുദ്ധ പരാമർശമായിട്ട് തന്നെ ഇതിനെ കണക്കാക്കാൻ സാധിക്കില്ല. ഇതിനെ വേറെ മറ്റൊരു തലത്തിലേക്ക് അയ്യോ അങ്ങനെ ചിന്തിച്ചു, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കാര്യമില്ല. രണ്ടാമത്തത്, പാകിസ്ഥാന് ഇന്ത്യയെ ഭയമില്ല എന്ന്. പാകിസ്ഥാന് ഭയമുണ്ടോ ഇല്ലയോ എന്നുള്ളത് 2014 മുതൽ 2014 വരെയുള്ള ഒരു സമയത്ത് നമ്മുടെ രാജ്യത്ത് വിവിധ പ്രദേശങ്ങളിൽ പാകിസ്ഥാന്റെ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ പല നഗരങ്ങളിലും പല പല സ്ഫോടനങ്ങളും നടന്നിരുന്നു. മുംബൈ ഭീകരാക്രമണം പോലും അതിന്റെ ഭാഗമായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് കശ്മീർ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ പാകിസ്ഥാന്റെ ഈ ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് ഇപ്പോൾ ആക്രമണം നടത്താൻ സാധിക്കാത്തത്? ഭയം തന്നെയാണ്. അവർക്കത് ചെയ്യാൻ സാധിക്കില്ല. ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എത്രത്തോളം വലുതായിരിക്കും എന്ന് പാകിസ്ഥാൻ അറിയാം. അപ്പൊ ആ പേടിയുണ്ട്. പക്ഷെ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന പ്രദേശത്ത് ഭീകരവാദ ആക്രമണം നടത്താൻ അവർക്ക് സാധിക്കുന്നത് കശ്മീരിൽ ഭീകരവാദ സംഘടനയിൽ ഇപ്പോഴും സജീവമായിട്ട് പ്രവർത്തിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും ഒരുപാട് ആൾക്കാരുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. 2000-ഓളം ആളുകളെയാണ് പെഹൽഗ്രാം ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് NIA സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആക്രമണം നടത്തിയത് 4-5 ആളുകളാണ്. പക്ഷെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതോ ഈ ഭീകരവാദ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് എല്ലാവിധ സഹായങ്ങളും കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാന്, അല്ലെങ്കിൽ ഈ പറയുന്ന ഭീകരവാദികൾക്ക് എല്ലാവിധ സഹായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ടെന്ന് NIA പറയുന്നു. ഈ പറയുന്ന 2000-ഓളം ആളുകൾ. നമ്മൾ ചിന്തിച്ചു നോക്കുക. അപ്പോ പാകിസ്ഥാന് എളുപ്പമായിട്ട് കശ്മീരിൽ ആക്രമണം നടത്താൻ സാധിക്കുന്നത് കശ്മീരിൽ നിന്ന് കൃത്യമായിട്ടുള്ള സഹായമുള്ളതിന്റെ പേരിലാണ്. മറ്റ് പ്രദേശങ്ങളിൽ അത് ലഭിക്കുന്നില്ല. അത് ലഭിക്കാനായിട്ട് കുറച്ചാളുകളൊക്കെ പാകിസ്ഥാന് വേണ്ടി അനുകൂലിച്ച് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. നിരവധി ഭീകരവാദികളുണ്ട്, കുറച്ചെല്ലാം അധികമുണ്ട്. പക്ഷെ അവർക്ക് എളുപ്പം ആക്രമണം നടത്താൻ സാധിക്കുന്നത്, ഒരു ഭയമില്ലാതെ ആക്രമണം നടത്താൻ സാധിക്കുന്നത് കശ്മീരിലാണ്. അതിന് സഹായം അവർക്ക് ലഭിക്കുന്നതിന്റെ പേരിലാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാത്ത
ഈ പറയുന്ന അഖിൽ മാരാർ നിരന്തരമായിട്ട് മോദി സർക്കാരിനെയും അതോടൊപ്പം തന്നെ വളരെ വികൃതമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഗവൺമെന്റിനെ കൃത്യമായിട്ട് ഇങ്ങനെ പരാമർശിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധ സമാന സാഹചര്യത്തിൽ, യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ നമ്മുടെ ഗവൺമെന്റിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു ഏത് വ്യക്തിയാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും അത് മുഴുവൻ നമ്മുടെ രാജ്യത്തിനെതിരെ തന്നെയായിട്ട് കണക്കാക്കാൻ സാധിക്കുള്ളൂ. ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കേസെടുക്കും. നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കുക, അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി മറച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇത്രയും ദിവസമായിട്ട് അഖിൽ മാരാർ പറയാത്തൊരു കാര്യമുണ്ട്. നമ്മൾക്കറിയാം, പുൽവാമ ഭീകരാക്രമണം നടന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിന്റെ ഗവർണറായിട്ടുള്ള ഒരു വ്യക്തി, എന്തോ ഒരു മാലിക്, ഈ സത്യവാൻ മാലിക് എന്നാണെന്നുണ്ട് ആളുടെ പേര്. ഇങ്ങനെ ഈ വ്യക്തിയുടെ എന്തോ ഒരു സംശയത്തിന്റെ നിഴലിൽ ഈ വ്യക്തി ഇങ്ങനെ പറഞ്ഞു, ഇത് ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള പിടിപ്പുകേടാണ്, അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിൽ മോദി സർക്കാരിനെ നിർത്തുന്ന രീതിയിൽ ഇതിന്റെ പുറകിൽ ഇന്ത്യ ഗവൺമെന്റിന് പങ്കുണ്ട് ഈ പുൽവാമ ഭീകരാക്രമണത്തിൽ എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്ന തരത്തിലേക്കുള്ള പ്രസ്താവന ഉണ്ടായി. ഈ പ്രസ്താവന രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ഒക്കെ എടുത്ത് കത്തിച്ച് ഒരുപാട് അനാവശ്യമായിട്ടുള്ള കള്ളപ്രചരണങ്ങൾ എടുത്തിങ്ങനെ ഇട്ടു. പക്ഷേ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. അവര് ഈ പറയുന്ന കള്ളന്മാരുടെ കള്ളപ്രചരണങ്ങളിൽ വീഴില്ല. അവർക്കത് കൃത്യമായിട്ട് അറിയാം. മോദി എന്താണെന്നും BJP എന്താണെന്നും സംഘപരിവാർ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. അപ്പോ ഈ സംഭവത്തിൽ മോദി സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടി ശ്രമിച്ചിരുന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾക്കെതിരെ ഒരക്ഷരം പോലും മിണ്ടാനായിട്ട് ഈ പറയുന്ന അഖിൽ മാരാർ തയ്യാറായില്ല. അതിനൊരു മറ്റൊരു പ്രധാന കാരണമുണ്ട്. മാധ്യമപ്രവർത്തകർ പാകിസ്ഥാന്റെ എയർ മാർഷലിനോട്, അതിന്റെ പേര് ഔറംഗസേബ് എന്നാണ് അങ്ങനെ പേര്, ഇയാളുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഈ പുൽവാമ ഭീകരാക്രമണം ഞങ്ങളുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു, പുൽവാമ ആക്രമണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഓൾറെഡി ആ വിഷയം ഏറ്റെടുത്തു. പുൽവാമ ഭീകരാക്രമണം നടത്തിയ ഞങ്ങളാണെന്ന് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോ ഈ പ്രസ്താവന അല്ലെങ്കിൽ നടത്തിയതിനു ശേഷവും അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തള്ളിപ്പറയാൻ നിന്നില്ല. കാരണം കോൺഗ്രസും ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാവരും തന്നെ ഈ പുൽവാമ ഭീകരാക്രമണത്തിന്റെ പങ്കാളിത്തം അത് BJP സർക്കാരിനാണ് എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് പൂർണ്ണമായിട്ടും കള്ളത്തരവും പൊള്ളത്തരവുമാണെന്ന് പാകിസ്ഥാൻ തന്നെ സമ്മതിച്ചിരിക്കണം. അവർ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇതിന്റെ പുറകിൽ ഞങ്ങളാണെന്നുള്ളത്. എന്നിട്ട് ആ വിഷയത്തിൽ പോലും കോൺഗ്രസിനെ ഒരു വാക്കുകൊണ്ട് പോലും എതിർക്കാത്ത ഇവിടെയുള്ള ഈ അഖിൽ മാരാറിനെ പോലെയുള്ള ചില ആളുകൾ, അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ അഖിൽ മാരാർക്കെതിരെ ഇപ്പൊ ജാമ്യമില്ല വകുപ്പ് പ്രകാരം രാജ്യദ്രോഹ കുറ്റത്തിന് കേസ് എടുത്തിരിക്കുന്നത്. നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ സംസാരിക്കുമ്പോൾ ചെറ്റത്തരം വിളിച്ചു പറഞ്ഞാൽ അതിനെതിരെ കൃത്യമായിട്ട് നടപടിയെടുക്കാൻ ശേഷിയുള്ള ആളുകൾ ഈ നാട്ടിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ രാജ്യത്തിനെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ദേശസ്നേഹി എന്നുള്ള നിലയിൽ മാത്രമാണ് ഞാൻ നിന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾക്കറിയാം ഒരുപാട് രാജ്യത്തിന് അനുകൂലമായിട്ടൊക്കെ പറഞ്ഞത്. പക്ഷെ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യത്തിൽ ഇതുപോലെയുള്ള സംസാരങ്ങൾ വരുമ്പോൾ അതിനെ രാജ്യദ്രോഹ പരാമർശമായിട്ട് തന്നെ എടുക്കേണ്ടി വരും. അങ്ങനെയാണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിയമ സംവിധാനങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിയമമായിട്ട് അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പരാമർശം നടത്തിയതിന്റെ പേരിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കേസുമായിട്ട് നടക്കാം, ജയിലിൽ പോകണമെങ്കിൽ പോകാം, മുൻകൂർ ജാമ്യം എടുക്കണം, അത് ചെയ്യാം. പക്ഷെ എങ്ങനെയാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നത്. കാരണം കോൺഗ്രസിനും ഇവരുടെ സുഡാപ്പികൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഇടയിൽ ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു സംഘിപ്പട്ടം ഉണ്ടായിരുന്നു. ആ പട്ടം ഇപ്പോൾ ഇല്ലാത്ത രീതിയിലാക്കിയെടുക്കാൻ വേണ്ടി ഒരു അവസരം മുതലാക്കിയതാണ് അഖിൽ മാരാർ എന്നതിൽ തർക്കമില്ല. അപ്പോൾ ഇനി ഒരു പട്ടവും വേണ്ട, രാജ്യദ്രോഹ പരാമർശം നടത്തിയ ആ ഒരു പട്ടമാണ് നിങ്ങളുടെ തലയിലും അല്ലെങ്കിൽ തോളിലും ഇപ്പോൾ കെടുക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു സംശയമില്ലാതെ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പറയാൻ സാധിക്കും. അതുപോലെയുള്ള പരാമർശങ്ങളാണ് നിങ്ങൾ നടത്തിയത്, ഒരു സംശയമില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് അവസാനം ഇട്ടിരിക്കുന്ന വീഡിയോ, അവസാനത്തിന് മുന്നിട്ടിരുന്ന വീഡിയോ നിങ്ങൾ എന്തിനാണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. ഇതുകൂടി മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം വ്യക്തമാവും, അഖിൽ മാരാർ നിലപാട് രാജ്യദ്രോഹ പരാമർശം തന്നെയായിരുന്നുള്ള 1% പോലും തർക്കമില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.